എല്ലാവർക്കും ലിസാസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്ക്വയർ കഴുത്തിൽ എങ്ങനെ നമുക്ക് ഫിനിഷിങ്ങോട് കൂടി അത് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പറ്റും. അപ്പൊ സ്ക്വയർ കഴുത്ത് 4 ടൈപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ. ഇത് ആദ്യത്തെ ടൈപ്പാണ്. അങ്ങനെ നീളത്തിലുള്ള ഈ തുണി കൊണ്ട് എങ്ങനെ നമ്മൾ സ്ക്വയർ കഴുത്ത് നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തെടുക്കാം എന്നാണ് കാണിക്കണേ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് 1 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ വീതിയിൽ 2 പീസ് ഇങ്ങനെ ഒരു പീസ് വെട്ടിയെടുക്കുക. ഇതിപ്പോ 2 ആയതുകൊണ്ട് ഞാൻ ഇത് ജോയിൻ ചെയ്തിട്ട് ഇതുമ്മ വെക്കണ വിധം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ വെള്ള നൂലുകൊണ്ടാണ് തയ്ക്കണത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതുമ്മ ഇവിടുന്നേ വെച്ച് തുടങ്ങാം. ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് പറഞ്ഞു തരാനുള്ളത്. ഇത് ഒപ്പം വെച്ചിട്ട് 1/4 ഇഞ്ച് ഇങ്ങനെ നീക്കിയടിക്കുക. ഈ സ്ക്വയർ ഷേപ്പിന്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ തിരിച്ച് ഇവിടെ സ്ക്വയർ പോലെ ഇതിനെ കൊണ്ടുവരണം. ഇത് മൽക്ക് ഈ ലൈനും മൽക്ക് ഇതിങ്ങനെ വരണ വിധത്തിൽ ഇവിടെ ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ അടിച്ച് നമ്മൾ 1/4 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 1/4 ഇഞ്ച് ഇല്ലേ അതിൽ കൊണ്ടുവന്ന് നിർത്തുക. സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിക്കുക. ഇവിടെ എത്തുമ്പോഴും ഇതുപോലെ ഇത് ഇങ്ങനെ തിരിച്ച് സ്ക്വയർ ആക്കണം. അപ്പൊ നമുക്കിവിടെ ജോയിന്റ് ഞാൻ ചെയ്തത് ഈ സ്ക്വയർ നമ്മൾ ഈ കൊടുക്കണതിന്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വരാൻ പാടില്ല കേട്ടാ. അപ്പൊ നമ്മളത് കുറച്ച് അങ്ങോട്ട് നീക്കണം. അതിന് വേണ്ടി ഞാൻ ഇപ്പൊ ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഈ ജോയിന്റ് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കാം. ജോയിന്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാവും. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഇങ്ങനെ തിരിക്കണം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കുക. തിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതിങ്ങനെ നിർത്തിയിട്ട് ഇതിങ്ങനെ എടുക്കുക. ഇതുമ്മൽക്ക് ഇതിങ്ങനെ നേരെ പോലെ എടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇതിന്റെ മീതെ ഇങ്ങനെ എടുത്തിട്ട് ഇതുമ്മൽക്ക് വയ്ക്കുക. എന്നിട്ട് അടിച്ചത് ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തിരിച്ചായത് നിൽക്കണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്ന് വേണം അത് നിർത്താൻ കേട്ടാ. കുത്തി നിർത്തിയിട്ട് തിരിക്കുക. ഇതിപ്പോ വെള്ള നൂലോടെ അടിച്ച കാലം നമുക്ക് കറക്റ്റായിട്ട് അറിയാലോ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിടണം. അടിച്ചമ്മയ്ക്ക് കൊള്ളാൻ പാടില്ല. ഒന്ന് അറ്റം വരെ ആവും വേണം. ഇതുപോലെ കട്ട് ചെയ്ത് ഇടാം. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തുമ്പോൾ അതേ കണ്ട അത് ഇതിന്റെ ഇവിടേക്ക് വേണം അതിന്റെ അടിപ്പ് ചെല്ലാൻ. ഇങ്ങനെ വരണം. ഇനി നമ്മളിത് പതിച്ചടിക്കുക. ഇതിന്റെ തയ്യൽ തുമ്പ് നമ്മളുടെ ഈ പട്ടയമൽക്ക് ആക്കിയിട്ട് പതിച്ചടിക്കുക. ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തുക. ഇങ്ങോട്ട് തിരിക്കുക. ഇനി ഇതിന്റെ ഈ അരികുണ്ടല്ലോ ഇത് മടക്കിയടിക്കുക. ഇതാണ് സ്ക്വയർ കഴുത്ത്. ഇപ്പൊ നല്ല ഫിനിഷിങ്ങിൽ സ്ക്വയർ കഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെമ്മിങ് ചെയ്താൽ മതി. ഇവിടെ ഹെമ്മിങ് ചെയ്യാം. വേണമെങ്കിൽ അടിക്കണമെങ്കിൽ അടിക്കാം. സെയിം കളർ നൂലാണെങ്കിൽ നമുക്ക് അടിച്ചിടും ചെയ്യാം. ഇതിപ്പോ ഞാൻ വെള്ള നൂലായതുകൊണ്ട് അടിക്കണില്ല. അടുത്തതായി ഈ സ്ക്വയറിൽ ഞാൻ ക്രോസ് പീസ് കൊണ്ട് കഴുത്ത് വെക്കേണ്ടത് കാണിക്കാൻ കേട്ടോ. അപ്പൊ ഈ ക്രോസുകൾ നമ്മൾ ജോയിൻ ചെയ്യണം. നമ്മൾ ഇവിടെ നിന്ന് വെച്ച് തുടങ്ങാം. അപ്പോഴും നമുക്ക് ഈ ജോയിന്റ് ഈ സ്ക്വയറിന്റെ ആ ഭാഗത്തേക്ക് വരരുത് കേട്ടോ. അപ്പൊ കുറച്ച് കയറ്റി വെക്കുക. ഇവിടെ വരുമ്പോഴും പാടില്ല. ഒപ്പം വെച്ചിട്ട് 1/4 ഇഞ്ച് തന്നെ ഒടിക്കുക. നേരത്തെ ചെയ്തത് നമ്മളിങ്ങനെ മുഴുവനാക്കിയിട്ട് ഇവിടം വരേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് എടുക്കണം. നേരത്തെ ചെയ്തത് അതുപോലെ തന്നെ ഇതും ചെയ്യാം. എന്നിട്ട് ഇവിടെ കുത്തി നിർത്താം. 1/4 ഇഞ്ചിൽ തന്നെ നമ്മളിവിടെ കുത്തി നിർത്താൻ കേട്ടോ. ഇവിടേക്കും 1/4 ഇഞ്ചേ പാടുള്ളൂ. ആ ലെവലിൽ വേണം അവിടെ കുത്തി നിർത്താൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കട്ട് ചെയ്യുക. ഇനി നമ്മൾ അടിക്കണത് നമ്മൾ ബ്ലൗസുകൾക്കൊക്കെ അടിക്കില്ല. ഇത് ഇത്ര രീതിയിൽ ഇതുപോലെ അടിക്കുക. അങ്ങനെ മടക്കിയിട്ടു അടിച്ചിട്ട് ഈ മൂല എത്തുമ്പോഴത്തേണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതിങ്ങനെ പിടിച്ചിട്ട് പകുതിയൊക്കെ ഇതിന്റെ തയ്യൽ തുമ്പൊക്കെ നമ്മളുടെ പട്ടയമൽക്ക് വരണം. അങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ കണ്ടില്ലേ ഇത് അറ്റം വരെ അടിച്ചെടുക്കുക. അറ്റം വരെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് കൂടുതൽ നിൽക്കുന്നത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയണം. അപ്പൊ തന്നെ കട്ട് ചെയ്താലേ ഇവിടുത്തെ കട്ടി കുറയുള്ളൂ. ഇനി അടുത്തത് ഈ ഭാഗം അടിക്കുക. ഇതുപോലെ തന്നെ ഈ സൈഡ് ഇതുപോലെ തന്നെ അടിക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യണേ ചെയ്യാം.
അടിക്കണമെങ്കിൽ അടിക്കാം. ഇതിപ്പോ ഞാൻ അടിച്ചു കാണിച്ചു തരാം. ഇതിങ്ങനെ മറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിക്കളഞ്ഞതിൻ്റെ ഒപ്പം ചേർത്ത് വെട്ടിക്കളയണം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് കാണും. ഇങ്ങനെയാണ് ഞാൻ സാരി ബ്ലൗസുകൾക്കൊക്കെ സ്ക്വയർ കഴുത്തിന് ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുക. തയ്ക്കുന്നതിന് പകരം ഹെമ്മിങ് ചെയ്യുന്നു മാത്രം. അടുത്തത് ഇതിൽ സ്ക്വയർ വെക്കണത് ഇതാണ് കേട്ടോ. അതിനു വേണ്ടി ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഈ പീസ് നമ്മൾ ഇതുപോലെ മടക്കിയിടുക. ഇങ്ങനെ മടക്കിയിട്ടിട്ട് അതിൻ്റെ മീതെ ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.25 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ അരിക് മടക്കി അടിക്കുക. ഒരു മടക്ക് ഇങ്ങനെ മടക്കി അടിക്കുക. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ മടക്കുക. ഇത് അതുമ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ച് ഇങ്ങനെ അടിക്കുക. ഇത് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പീസ് തുണിയൊന്നും ഇല്ല, ഒരു നീളത്തിലൊരു തുണിയുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് മറ്റേതുപോലെ ചെയ്യാം. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമുള്ളത് ഇവിടെ നല്ല കട്ടി ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഇവിടെ കീറാനൊക്കെ സാധ്യതയുണ്ട്. ഇതുപോലെ എല്ലാത്തിനും ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ, എന്നാലും നമുക്കത് മറയ്ക്കുമ്പോൾ ശരിക്കും സ്ക്വയർ കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ തയ്യൽ തുമ്പ് ഈ പട്ടാമൽക്ക് വരുന്ന വിധത്തിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ പതിച്ചടിക്കുക. ഇവിടെ എത്തുമ്പോൾ നമ്മൾ സൂചി ഇങ്ങനെ നമ്മൾ കുറ്റി നിർത്തിയിട്ട് ഇങ്ങനെ തിരിക്കണം. ഇതിങ്ങനെ വെച്ചിട്ട് തിരിക്കണം. ഇതിനിങ്ങനെ നമ്മൾക്ക് ഹെമ്മിങ് ചെയ്യുക ഈ ഭാഗം. ഇനി ഇതുമേ ഒരു സ്ക്വയർ കഴുത്ത് നമ്മൾ പേപ്പർ ക്യാൻവാസ് ഒക്കെ വെച്ച് തയ്ക്കണ ഇതാണ്. ഇത് ഞാൻ സ്ക്വയർ കട്ട് ചെയ്യാൻ പാടില്ല, മുമ്പ് കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ പേപ്പർ ക്യാൻവാസുമേയാണ് സ്ക്വയർ കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഇതിന്റെ നീളത്തിലുള്ള ഒരു തുണി എടുത്തിട്ട്, ഇത്രയും നീളത്തിലുള്ള തുണി എടുത്തിട്ട് അതുമ്പോൾ നമ്മൾ ഈ പേപ്പർ ക്യാൻവാസ് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ വെക്കുക. അപ്പോൾ അയൺ ചെയ്യണമെന്നില്ല, ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ 3 നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തു, ഇതൊരു കട്ട് ചെയ്യണില്ല, ഇത് വെച്ച് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുക. ഇതിവിടെ ഒപ്പം വെച്ചിട്ട് ഈ അറ്റം മുതൽ ഈ അറ്റം വരെ തുമ്പത്തോടെ അടിക്കുക. ഇതടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്നേ മുതൽ ഈ പേപ്പർ ക്യാൻവാസിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ഒരടി അടിക്കുക. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1/4 ഇഞ്ച് വെച്ച് വെട്ടിക്കളയുക. മടക്കി അടിക്കാനാണ് കേട്ടാ. എന്നിട്ട് ഇതിങ്ങനെ ഈ 1/4 ഇഞ്ച് ഇവിടെ നിർത്തിക്കണ്ട് ഇങ്ങനെ മടക്കി അടിക്കുക. ഇത്രയും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ ഇവിടെ സെൻറ്റർ അടിയിലും അടയാളപ്പെടുത്തണം. സെൻറ്റർ നമ്മളൊരു ചോക്ക് എടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയില്ല, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. അതുപോലെ തന്നെ നമ്മൾ ഈ തുണിയുടെ സെൻറ്ററും അടയാളപ്പെടുത്തണം. നമ്മൾ ഇവിടെയാണ് ഞാൻ ഇതിൻ്റെ നെക്ക് വയ്ക്കാൻ പോണത്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഈ 2 സെൻറ്ററുകൾ തമ്മിൽ ഒപ്പം വയ്ക്കണം. ഇത് ഇതിലേക്ക് തന്നെ വരണം കേട്ടോ, കറക്റ്റ്. നമ്മൾ എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ആദ്യം തന്നെ ഇവിടെ ഒരു അടി കൊടുക്കണം. അപ്പം അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ അറ്റം മുതൽ അടിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ എവിടെ വെച്ചാണോ ഇത് നമ്മൾ ആരംഭിക്കേണ്ടത് ഇവിടെ നിന്ന് അടിക്കാൻ പാടുള്ളൂ. ഈ 2 സൈഡിൽ ഇവിടുന്നേ മുതൽ ഇത് ഇവിടെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പിടിപ്പിക്കാം. ഇവിടെയും പിടിച്ചിട്ടില്ല, ഈ അറ്റം പിടിച്ചിട്ടില്ല, അങ്ങനെ പാടില്ല. ഇവിടെ നിന്ന് മുതൽ ഈ അറ്റം വരെ നമ്മളിങ്ങനെ അടിച്ചു. അപ്പൊ ഇനി ഇത് ഇവിടെ നിന്ന് നീങ്ങില്ല. അത് ഇനി അടിക്കേണ്ടത് നമ്മൾ ഈ സെന്റർ അടയാളപ്പെടുത്തിയിട്ടില്ലേ, ആ സെന്ററിൽ കൂടെ ഇവിടുത്തെ ഈ സെന്ററും ഇതൊപ്പം വെച്ചിട്ട് കുറച്ചിട അടിച്ചാൽ മതി. ഈ അറ്റം ഇങ്ങോട്ട് കയറി അടിക്കരുത് കേട്ടോ, കുറച്ച് ഇത്രയും വരെ അടിച്ചിട്ട് നിർത്താം. എന്നിട്ട് ഇതെടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഈ സ്ക്വയർ കഴുത്ത് അടിക്കാൻ പോണത്. ഇതിനെ അടിക്കുമ്പോൾ നമ്മൾ ഇത് ഇറക്കിയിട്ട് ഈ പേപ്പർ ക്യാൻവാസ് മേലേക്ക് കയറരുത്, അങ്ങനെ അടിക്കുക. പിന്നെ കയറാണ്ട് തുമ്പത്ത് കൂടെ അങ്ങോട്ട് ഇറക്കിയിട്ടാണ് കേട്ടോ അടിച്ചങ്ങനെ. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ 1/4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഉള്ളിൽ നിന്ന് വെട്ടിക്കളയും.
ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ രണ്ട് മൂലയും കട്ട് ചെയ്യണം. നമ്മൾ അടിച്ചേമലേക്ക് എത്തരുത് കേട്ടോ. എത്തിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആദ്യം വേറെ കഴുത്ത് തയ്ക്കേണ്ടി വരും. ഇനി ഇതിങ്ങനെ മറിച്ചിട്ട് നമുക്കോടെ പതിച്ചടിക്കുക. തയ്യൽ തുമ്പ് ഈ ക്യാൻവാസുമേലേക്ക് വരണം, അതുപോലെ പതിച്ചടിക്കുക. ഇതാണ് പേപ്പർ ക്യാൻവാസ് വെച്ച് നമ്മൾ സ്ക്വയർ കഴുത്ത് തയ്ക്കുന്നത്. ഏറ്റവും ഫിനിഷിങ്ങിൽ തയ്ക്കാനും ഈ മോഡലാണ് നല്ലത്. നമ്മൾ ചുരിദാറുകൾക്കൊക്കെ ഈ മോഡലാണ് തയ്ക്കുക, ഇതുപോലെ പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട്. ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ ഹെമ്മിങ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ 4 മോഡലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നമ്മൾക്കിത് ഓരോന്നും ഓരോ സ്ഥലത്തേക്ക് ആവശ്യം ഉണ്ടാവും. ഉടുപ്പുകൾ തയ്ക്കുകയാണെങ്കിലും ഒക്കെ ചിലപ്പോൾ ഈ ചെറുതായിരിക്കും വെക്കേണ്ടി വരിക. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.